ഈ സൈസ് ഡയലോഗുകൾ എഴുതാൻ ആൾ വേണം, പറയാൻ ആൾ വേണം. ഇത് എൻ്റെ മോളുടെ കൂടെ എനിക്കിരുന്ന സിനിമ കാണാൻ ഒട്ടും ഒരു ക്രിഞ്ച് തോന്നാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. നമ്മളൊരു ടൈം ട്രാവൽ ചെയ്ത് വേറൊരു ലോകത്തെത്തിപ്പെട്ട പോലെ എന്ന് വെച്ചാൽ നമ്മളൊരു എൻ്റെയൊക്കെ നല്ല ഓർമ്മയുള്ള സമയത്ത് തന്നെയാണ് ഈ സിനിമ കാണുന്നത്. 1989 ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കാണുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ സിനിമ തിരിച്ചു പോയി കാണുമ്പോഴേ ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ ഒരു AI ഇങ്ങനത്തെ ഒരു ടൂളും ഒന്നും ഇല്ലാതെ ഒരു സിനിമയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അന്ന് എൻജോയ് ചെയ്തതിനെക്കാട്ടിയും അതിൻ്റെ ഒരു മഹത്വം ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഈ എല്ലാ സാങ്കേതിക വിദ്യ ഉള്ളപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സിനിമയും ഇവരുണ്ടാക്കിയ സിനിമയും ഈ ടീം ഉണ്ടാക്കിയ സിനിമയും MP സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ എന്ത് പ്രൗഡാവണമെന്ന് അല്ലേ. മാധവി, പിന്നെ അതുപോലെ ഗീത മാം, മാധവി മാം, നമുക്കെക്കുറിച്ച് പറയാം. അതിനെക്കാട്ടി ക്യാപ്റ്റൻ രാജു സാർ, ഓരോ ആർട്ടിസ്റ്റുകളും എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെയും എൻ്റെ മോളുടെ കൂടെ എനിക്കിരുന്ന സിനിമ കാണാൻ പറ്റി. മകള് ഒരു ത്രൂ ഔട്ടായിട്ട് പടം കണ്ടത് ഇപ്പോഴാണ്. മറ്റേത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ത്രൂ ഔട്ടായിട്ട് ഇപ്പോഴാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സിനിമ, അപ്പോൾ അതെനിക്ക് തിയേറ്ററിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക് ആൻഡ് ഫീലിൽ കാണാൻ പറ്റുക. ഭയങ്കര സറിയലായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഗോഡ് ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കാൻ തന്നെ പറ്റിയതിൽ. അച്ഛൻ്റെ ഫൈറ്റൊക്കെ കണ്ടിട്ട് എന്താണ് എല്ലാവരുടെയും നമുക്ക് പാലങ്ങി നായർ സർ, മാധവി മാം, ക്യാപ്റ്റൻ രാജു സർ, ജോണി അങ്കിൾ, ഭീമൻ രഘു സർ, അച്ഛൻ എല്ലാം ഭയങ്കര ഇമ്പാക്റ്റുള്ളതായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് പ്രസൻസ് ആയിട്ട് വരുന്ന രാമു സാർ ആയാലും ദേവൻ അങ്കിൾ ആയാലും അവർ പോലും ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സിനിമയുടെ ആസ്വാദികത ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ റീമാസ്റ്റർ ആയിരിക്കുന്ന ഭയങ്കര എല്ലാവരും എനിക്ക് തോന്നുന്നു അന്ന് സിനിമ തിയേറ്ററിൽ കണ്ടവരും തിയേറ്ററിൽ കാണാൻ പറ്റാതെ TV-യിൽ കണ്ടിട്ടുള്ള ഓഡിയൻസും എല്ലാവരും തിയേറ്ററിൽ വന്ന് പടക്കം വീരാതെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാവരുടെയും കളരി അഭ്യസിച്ചിട്ടുള്ള സിനിമയിലെ എല്ലാ ആക്ടേഴ്സും ഭയങ്കര സറിയലായിട്ട് അത് ചെയ്തിരിക്കുന്നത്. കാരണം അവരാരും കളരി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരല്ല, സിനിമയ്ക്ക് വേണ്ടി അവർ ചെയ്തതാണ്. അപ്പോൾ അത്ര അതിലോട്ട് ഇത്ര ജെല്ലായി എങ്ങനെ അതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഭയങ്കര സറിയൽ. ഈവൻ വിനീതേട്ടനായാലും നമുക്കൊക്കെ ചന്തു എന്നുള്ള ക്യാരക്ടറിനെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചൈൽഡായിട്ട് ചന്തുവായിട്ട് വിനീതേട്ടൻ പോലും ചെയ്തു വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ഹരിഹരൻ സാറിൻ്റെ ഒരു കൺവിക്ഷനും അദ്ദേഹത്തിൻ്റെ വിഷൻ അവിടെ ഡെലിവർ ആയതിൻ്റെയാണ് ഇത്രയും നാൾക്ക് ശേഷം 36 ഇയേഴ്സിന് ശേഷം ഈ സിനിമ ഒരു പുതിയ സിനിമ പോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ജനറേഷനിൽ, എനിക്ക് ശേഷമുള്ള ജനറേഷനിലെ കിഡ്സിനും എല്ലാവർക്കും ഒട്ടും ഒരു ക്രിഞ്ച് തോന്നാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു വലിയ അസറ്റാണ് അത്. ഏത് രീതിയിലും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ അതിനെ വലിയ സ്ക്രീനിൽ കാണുന്നു എന്നുള്ളത്, ഒരു വലിയ ഓഡിയൻസിനോടൊപ്പം കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സന്തോഷം. 4K ആയത് ഓഫ് കോഴ്സ് പുതിയ ആളുകൾക്ക് അതിൻ്റെ ഒരു തെളിച്ചം, ഓഡിയോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളോട് കടുപിടിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ഒരു വലിയ സൃഷ്ടിയാണ്. അല്ല, കാലത്തിനനുസരിച്ച് സിനിമ മാറും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൈസ് ഡയലോഗുകൾ എഴുതാൻ ആൾ വേണം, പറയാൻ ആൾ വേണം, ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ ആൾ വേണം. അപ്പോഴാണല്ലോ അങ്ങനെ വരുള്ളൂ. അപ്പം ഒന്നും എവിടെയും മിസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഇതൊരു വലിയ സിനിമ, മലയാള സിനിമയെക്കുറിച്ചൊരു ബുക്ക് എഴുതിയാൽ അതിൽ ഏതൊക്കെയോ പേജുകളിൽ ഉറപ്പായിട്ടും വരുന്നൊരു സിനിമ എന്നുള്ള നിലയിൽ കാണേണ്ട സിനിമ.